ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 219. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 42-ാമത്തെ ക്ലാസ്സാണ്. അതിൽ 31-ലെ 6, 7, 8, 9 മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 6-ൽ എന്താണ് പറയുന്നത് നോക്കാം. യാതൊരു ജീവാത്മാവ് തൻ്റെ ബുദ്ധിയെ വിവേകത്തോടെയും ശ്രദ്ധയോടെയും നിത്യവും നിരന്തരമായും ഇന്ദ്രിയങ്ങളെ നേരായ വഴിയിൽ നയിച്ചിട്ട് മനസ്സിനെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുന്നുവോ അവൻ ലക്ഷ്യസ്ഥാനത്തെ പ്രാപിക്കുന്നു. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഈ ഭൗതിക ലോകം മറന്ന് മടുത്ത് ബ്രഹ്മത്തിൽ ലയിക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. ജീവാത്മാവ് എന്ന് പറയുന്നതാണ് നമ്മൾ. ഞാൻ എന്ന ചിന്തയുള്ളതാണ് ജീവാത്മാവ്. അതിൻ്റെ പിന്നിൽ ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി വിശേഷം പരമാത്മാവുണ്ട്. അത് സാക്ഷിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ജീവാത്മാവാണ് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ദുഃഖം തന്നെയാണ്. സുഖം ചിലപ്പോഴേ കിട്ടുകയുള്ളൂ. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനെ പരമാത്മാവിൽ കൊണ്ട് ലയിപ്പിക്കണം. അത് ചെയ്യേണ്ടിക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്. യാതൊരു ജീവാത്മാവ്, അങ്ങനെയുള്ള ഏതൊരു വ്യക്തി, ഞാൻ എന്ന ചിന്തയുള്ള വ്യക്തി ബുദ്ധിയെ ഈ വിവേകത്തോടെ കാര്യം മനസ്സിലാക്കിയിട്ട്, നമ്മളെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമുക്കിതിൽ കാര്യമായിട്ടൊരു പങ്കുമില്ല. നമ്മളെ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയിട്ട് ശ്രദ്ധയോടുകൂടി നിത്യവും എല്ലാ സമയം എന്ത് വേണം, ഭൗതിക കാര്യങ്ങൾ വിടണം. എന്നിട്ട് ഇതിലേക്ക് തിരിയണം. നിരന്തരമായി എപ്പോഴും ഇടതടവില്ലാതെ ഇന്ദ്രിയങ്ങളെ നേരായ വഴിയിൽ നിയന്ത്രിക്കണം. നമുക്ക് കാണുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന് തോന്നും. അതിനൊന്നും സമ്മതിക്കുക. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ലോകം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും അതിലൊന്നും ശ്രദ്ധിക്കാതെ ഇന്ദ്രിയങ്ങളെ നേരായ വഴിയിൽ കൂടി നയിച്ചിട്ട് മനസ്സിനെ ലക്ഷ്യത്തിലെത്തിക്കണം. എവിടെ? ആ ബ്രഹ്മത്തിൽ, നമ്മളെ ഉള്ളിലുള്ള ശ്രീഹരിയിൽ, നിർഗുണമായ ബ്രഹ്മത്തിൽ. അതായത് നമ്മൾ ഗുണരഹിതനായിട്ട് മാറണം, നിർഗുണവാനായാണ്. എന്നിട്ട് നീങ്ങിയാൽ അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടും. അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി. നീ 7-ൽ പറയുകയാണ്, ഇതിന് നേരെ വിപരീതമായിട്ട് ഏതൊരുവൻ്റെ ബുദ്ധി വിവേകമൊന്നുമില്ലാതെ ഈ സത്യം വിവേകം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം. ഈ ഞാൻ എന്ന ചിന്ത ഉള്ളിൽ നിന്നൊരു ശക്തി ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ സത്യം മനസ്സിലാക്കണം. നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുക മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് ഓൾറെഡി എന്ത് പറയണമെന്ന് പോലും അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്ന നമ്മളാണ് എല്ലാം പറയുന്നതല്ല, എല്ലാം അത് തീരുമാനിച്ചതാണ്. ആ സത്യം മനസ്സിലാക്കാതെ നമ്മളെല്ലാം ആ സത്യം മനസ്സിലാക്കാത്തവരാണ്. നമ്മളെല്ലാം ഞാനാണ് എല്ലാം ചെയ്യുന്നത് ധരിച്ചുകൊണ്ട് കിടക്കുന്നവരാണ്. അപ്പം അതാണ് വിവേകരാഹിത്യം. ജ്ഞാനരഹിതനായി, ശരിയായ ജ്ഞാനമല്ല, ഭൗതിക സയൻസ് അല്ല, അത് അപരാ സയൻസാണ്, അവിദ്യ എന്ന സയൻസാണ്. ശരിയായ സയൻസ് എന്ന് പറയുന്നത് എല്ലാം അതാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എനിക്കിവിടെ അതുപോലെ ചെയ്യാനേ പറ്റുകയുള്ളൂ, പറയുന്നത് പോലും അത് തീരുമാനിച്ചതാണ് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനമില്ലാതെ എന്തു പറ്റും? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ മനസ്സിനെ അപ്പം നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെയോ അവൻ്റെ വിചാരം ദുഷിക്കും. അപ്പോൾ അവന് വേണ്ടാത്ത ചിന്തകളെല്ലാം മനസ്സിലുണ്ടാകും. എന്തെല്ലോ ചെയ്യണമെന്നെല്ലാം തോന്നും. ദുരാചാരങ്ങളിൽ മുഴുകും.
വേണ്ടാതെ എന്തെല്ലോ ആചാരം, എന്ത് ചെയ്യുന്നതും ദുരാചാരമാണ്. യഥാർത്ഥ ആചാരം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ബ്രഹ്മത്തിലേക്ക്, ബ്രഹ്മമേ ശരണം എന്നിട്ട് പോവുക, വേറൊരു ചിന്ത ഉണ്ടാകാൻ. ബാക്കിയുള്ള ചിന്ത വെച്ചിട്ട് എന്ത് ചെയ്യുന്നതും ദുരാചാരമാണ്. അവൻ ഇന്ദ്രിയങ്ങൾക്കടിമയാകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും കണ്ടാൽ അതിനടിമയാണ്. അതിനടിമയായിട്ട് അതിൻ്റെ പിന്നാലെ ഓടും. അവൻ്റെ ജീവിതം ഒരിക്കലും പവിത്രമായി തീരില്ല എന്ന് പറയുന്നു. അവനൊരിക്കലും ശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റില്ല. അവന് പദം പ്രാപിക്കാനും പറ്റില്ല. അപ്പം നേരെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ പറഞ്ഞു തന്നു. ഇനി 8 എന്നാൽ സ്വയം ശ്രദ്ധാലുവായി, എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ടായി, ബുദ്ധി വിവേകത്തോടെ മനസ്സിനെ നയിച്ചിട്ട്, മനസ്സിനെ വിവേകത്തോടെ നയിക്കണം, നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ആജ്ഞയെ അനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രേരിപ്പിക്കുക. പക്ഷേ ആ ശക്തിവിശേഷം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തോ ഒരു കർമ്മം ചെയ്യാനാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മളെ ജനിപ്പിച്ചത് നമ്മളെ കൊണ്ട് ചില ജോലികൾ ചെയ്യാനാണ്. അപ്പം ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയത്തിനെ ആ വഴിയിൽ നിയന്ത്രിച്ചിട്ട് എന്തിനാണോ ഞാൻ ജനിച്ചത് എന്ന സത്യം മനസ്സിലാക്കി ലോകത്തിന് എന്തെല്ലോ കർമ്മം ചെയ്തു കൊടുക്കാനാണ്. ആ നിലയിൽ അതിനായി കർമ്മം അനുഷ്ഠിക്കണം. എന്നെ ജനിപ്പിച്ചത് ഈ ലോകത്തിൽ എന്തെല്ലോ ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. ഞാനത് ആ ശ്രീഹരിയുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു എന്ന നിലയിൽ ഇന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യണം. കിടക്കേണ്ടടുത്ത് കിടക്കണം, റോഡ് വെട്ടേണ്ട അടുത്ത് റോഡ് വെട്ടണം. പക്ഷേ എല്ലാം എന്തിനു വേണ്ടിയാണ്? ലോക പുരോഗതിക്കാർക്ക് വേണ്ടി ആ കർമ്മം ചെയ്യാനാണ് എന്നെ സൃഷ്ടിച്ചത്. അതിനു വേണ്ടി എൻ്റെ ഇന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നു. കല്യാണം കഴിക്കുന്നത് കൂട്ടായിട്ട് കുറേ കർമ്മം ചെയ്യാനുണ്ട്. ആ ശക്തിക്ക് ഒരു കൊച്ചിനെ വേണം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ കൊച്ചിനെ ജനിപ്പിച്ചിട്ട് ആ കൊച്ചിനെ കൊണ്ട് ആ ശക്തിക്ക് നാളെ എന്തെല്ലാം ജോലി ചെയ്യിപ്പിക്കാനുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു കൊച്ചിനെ ഉണ്ടാക്കണം, അവനതിനെ പ്രാപ്തമാക്കണം. അതിനു വേണ്ടി എന്ന നിലയിൽ യത്നം ചെയ്യുക. എന്താ നിസ്വാർത്ഥ ഭാവത്തോടെ, അല്ലാതെ നമുക്ക് വേണ്ടിയല്ല എന്ന ഭാവത്തോടെ അനുഷ്ഠിക്കുന്നുവോ അതിലൂടെ ലഭിക്കുന്ന ഭോഗങ്ങൾ. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്തൊക്കെ ഭോഗങ്ങളെല്ലാം കിട്ടും. പിള്ളേർ വന്നിട്ട് ചിലപ്പോൾ സന്തോഷിച്ചിട്ട് ജോലിയെല്ലാം കിട്ടുമ്പോൾ അച്ചായത് ഒരു മുട്ടായി എന്ന് പറഞ്ഞ് തന്നെയാണെങ്കിൽ സന്തോഷത്തിൽ വാങ്ങി തിന്നാം. അതായത് അതിലൂടെ എന്ത് കിട്ടിയാലും അത് ശരീര നിർവഹണത്തിന്, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട്. മുട്ടായി കൊണ്ട് തന്നു കഴിഞ്ഞാൽ പ്രമേഹം പിടിച്ചവനാണെങ്കിൽ ശരീരത്തിന് ഈ മുട്ടായിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എന്ത് വേണോ തന്ന സ്ഥിതിക്കൊന്ന് വാങ്ങുക, നാവിനൊന്നാ ശരി ഞാൻ എന്തും വെച്ചിട്ട് ആ നിലയിൽ എടുക്കാൻ പാടില്ല. അല്ലാതെ കിട്ടിയാലും മധുരമല്ലേ എന്തൊക്കെ കിടക്കട്ട് എന്ന് വെച്ചാൽ പ്രമേഹമാണെങ്കിൽ പിന്നെ നാളെ തട്ടിയും പോകും. അതുകൊണ്ട് ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം. അപ്പം പഞ്ചസാര തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വാങ്ങി വെച്ചിട്ട് എനിക്ക് പരമധുരമാണ് കഴിച്ചുകൂടാ, നീ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് കൊടുത്തേക്കണം. അപ്പം ശരീര നിർവഹണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുവോ അവൻ പരമപദം പ്രാപിക്കും. അപ്പം ഉടുതുണി അടക്കം ഉപയോഗിച്ചിട്ട് സന്യാസത്തിന് പോകേണ്ട ആവശ്യവുമില്ല. ഈ ഒരു മനസ്ഥിതിയോടുകൂടി നിങ്ങൾ കർമ്മം ചെയ്താൽ മതി എന്ന് നചികേതസോട് ഉപദേശിക്കുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി. അതും ചുമ്മാ പറഞ്ഞു കൊടുക്കരുത്. അർഹതപ്പെട്ടവന് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരുന്നു. കുറേ പ്രാവശ്യം പരീക്ഷിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ ബ്രഹ്മസാക്ഷാത്കാര ആത്മീയത എല്ലാവർക്കും ഒന്നും ഉപദേശിക്കരുത്. അവരെല്ലാം വീട്ടുകാരെല്ലാം നോക്കാം. അവരോട് ഉപദേശിക്കേണ്ട ഇതാണ്, നീ ഇങ്ങനെ ജീവിച്ചോളൂ, എല്ലാം അതിനു വേണ്ടി, നിനക്ക് വേണ്ടിയല്ല. ഇനി 9, അതിദുർലഭമായ മനുഷ്യ ശരീരം. നമുക്ക് ഈ മനുഷ്യ ജനനം എന്ന് പറഞ്ഞാൽ പലതായിട്ട് ജനിക്കാം. പട്ടി, പൂച്ച, ഇങ്ങനെ എത്രയുണ്ടാവുമെന്ന് ചോദിച്ചാൽ സയൻസ് കൈകാര്യം ചെയ്യുന്ന ആളോട് ചോദിച്ചു നോക്ക്.
എത്ര തരം ജീവജാലങ്ങൾ ഇവിടെയുണ്ടെന്ന് അവർ പറയുകയാണ്, എണ്ണിയാൽ തീരാത്തത്രയുണ്ടെന്ന്. അത്രയും വ്യത്യസ്ത തരം ജീവജാലങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്. അത് അതിദുർലഭമാണ്. ഇപ്പോൾ അധിക സമയം പട്ടിയും പൂച്ചയെല്ലായിട്ട് ജനിക്കാനാണ് സാധ്യത. അതാണ് കൂടുതൽ ഈ ലോകത്തിലുള്ളത്. ബാക്ടീരിയയിൽ എത്രയുണ്ട്, അപ്പോൾ അതെല്ലായിട്ട് ജനിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലാതെ ഈ മനുഷ്യ ശരീരം എങ്ങനെയോ കിട്ടിപ്പോയതാണ്. അതിദുർലഭമായ ഈ മനുഷ്യ ശരീരം പരമാത്മാവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയ, നമ്മൾ വിചാരിച്ചിട്ട് കിട്ടിയൊന്നുമല്ല. അല്ലാതെ ജനിക്കുമ്പോൾ ഞാൻ പോയിട്ട് എനിക്ക് ഈ പ്രാവശ്യം ഈ ജന്മം തരണം തന്നേ പറ്റി. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ആൾക്കാർ പോയിട്ട് പറയും എന്നെ സ്ഥാനാർത്ഥിയാവണം, അല്ലാതെ പറ്റുമൊന്നുമില്ല, ഇപ്രായത്തെ എടുത്ത സ്ഥാനാർത്ഥി ഞാൻ തന്നെ. ജനിക്കുമ്പോൾ അത് തീരുമാനിച്ചതാണ്. ഇതുമാതിരിയൊന്നും ചോദിച്ചിട്ടല്ല ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്. അത് പരമാത്മാവിൻ്റെ കൃപയാൽ ജീവാത്മാവ്, ഞാനാവുന്ന ജീവാത്മാവിന് ലഭിച്ചതാണ്. അതിനെ വളരെ വേഗം തന്നെ എന്ത് വേണം, അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിലൂടെ നയിക്കണം. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിനായിട്ട് ഈ ജന്മത്തിലൂടെ മാത്രമേ ഇത് സാധിക്കൂ. വേറെയുള്ള ജന്മത്തിലൂടെ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഈ ജന്മത്തിലൂടെ പെട്ടെന്ന് അതിനെ ബ്രഹ്മപ്രാപ്തിയിലേക്ക് നയിക്കുക. ശരീരം ദിനം പ്രതി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം വന്ന് കടന്നുപോയാൽ പിന്നെ സന്യാസി ഈ മനസ്സിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ഇവിടെ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് അതിൽ കൊണ്ട് ലയിപ്പിക്കണം. അതിനാൽ ഈ അമൂല്യ നിമിഷത്തെ മൃഗങ്ങളെപ്പോലെ ഭോഗസുഖത്തിനായി ചെലവിടുന്നവർ, എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ മൃഗങ്ങളെപ്പോലെ ഭോഗസുഖത്തിന് വേണ്ടി ലഭിച്ച ശരീരമാണെന്ന് വെച്ച് ഇത് ആസ്വദിക്കാൻ നടന്നാൽ ജനന മരണ ചക്രത്തിൽ അകപ്പെടും. പിന്നെ വീണ്ടും ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരും. എന്തെല്ലായിട്ട് ചിലപ്പം പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എന്തെല്ലായിട്ടാണ്, കാഷ്ടത്തിലെ പുഴുവായിട്ടെല്ലായിരിക്കും ചിലപ്പം ജനിക്കാൻ പോകുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ജനിച്ച് മരിച്ച് മനുഷ്യനായിട്ട് കിട്ടണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിട്ട് ജനിക്കും. അതുകൊണ്ട് അമൂല്യമായി ലഭിച്ച ഈ ശരീരത്തെ ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്ത് ഈ ശരീരത്തിലൂടെ അത് പറ്റുള്ളൂ. മനുഷ്യ ശരീരത്തിലൂടെ ഉടനെ കൊണ്ടുപോയി അതിൽ ലയിപ്പിക്കുക. ചെയ്തില്ലെങ്കിൽ ജനന മരണ ചക്രത്തിൽ അകപ്പെടും. അതിനാൽ അവയിൽ നിന്നെല്ലാം വിരക്തനായിട്ട്, ഈ ഭൗതിക സുഖങ്ങളിൽ നിന്നെല്ലാം വിരക്തനായിട്ട് ഭഗവാന്റെ ലീലകളെല്ലാം, ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് ബ്രഹ്മപ്രാപ്തിയിലേക്ക് നേടാൻ ശ്രമിക്കണം. അടുത്ത അധ്യായത്തിൽ, അടുത്ത ക്ലാസ്സിൽ